ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നയന ആദർശിനെ വിളിച്ചിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ മുത്തച്ഛ അടിച്ച കാര്യം പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി, ഞാൻ ചെയ്യേണ്ട കാര്യം മുത്തച്ഛൻ ചെയ്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാലും അഭിനയം ഇങ്ങനെ കയറൂരി വിടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് അനഘേന ആദർശനെ ചതിച്ചു എന്ന്. അത് പറഞ്ഞോട്ടെ, നമുക്ക് സത്യം നമുക്കറിയാമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആദർശ്. അപ്പോൾ നയന പറയും, പക്ഷേ അത് പറയണതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് എൻ്റെ ചേച്ചിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ട് നവ്യോട് നമുക്ക് സത്യം പറയാൻ പറ്റില്ല. എന്നാലും അഭിയനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ആദർശേട്ടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി, എന്തായാലും ഞാൻ അവിടെ സംസാരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛനും മുത്തച്ഛനും നമ്മുടെ ആദർശും എല്ലാവരും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ആദർശനോട് ചോദിക്കും, എന്താ നിൻ്റെ അഭിപ്രായം? അവൻ്റെ കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് വേഗം വരാൻ പറഞ്ഞത്, എൻ്റെ സ്വഭാവം വെച്ച് അവനോട് നിന്ന് പുറത്താക്കേണ്ടതാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശൻ്റെ അച്ഛൻ പറയും, ഇനിയിപ്പോൾ അത് പറ്റില്ല വെച്ചാൽ നയനയുടെ കാര്യം നവ്യയുടെ കാര്യം നമ്മൾ ആലോചിക്കണ്ടേ എന്ന് പറയും കേട്ടോ. അതാലോചിച്ചിട്ടാണ് നമ്മൾ ആദർശും നയനയൊക്കെ ഇത്രയും സഹിച്ചുകൊണ്ട് പോണത്. അവൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, ചെറുപ്പത്തിൽ അവൻ്റെ ജലജയുടെ സ്വഭാവം നന്നല്ലാത്ത കാരണം അച്ഛട്ടിച്ചു പോയി, പിന്നെ അച്ഛനില്ലാത്ത കുട്ടിയല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ സ്നേഹിച്ചു. അപ്പോൾ ആദർശ് പറയണം കേട്ടോ, ഇനി അവനെ ജ്വല്ലറിയുടെ ഒരു കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ ആ മാനേജറോട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതാണ്, എന്നാലും പല വീഴ്ചകളും ചെയ്തു കൊടുത്തു, അതപ്പോൾ എത്ര പ്രശ്നം ഉണ്ടായതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തച്ഛനും പറയുന്നുണ്ട്, ഞാൻ അയാളെ വിളിച്ചിരുന്നു, സ്ട്രിക്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി അവനോട് കാര്യങ്ങൾ തുറന്ന് പറയണം, അവൻ വെറുതെ അവിടെ റബ്ബർ സ്റ്റാമ്പായിട്ട് ഇരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് ശരി മുത്തശ്ശ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയുന്നത്, ഇനിയിപ്പോൾ ഓണമൊക്കെ വരാൻ പോണത്, ഷട്ടർ അടിച്ചിട്ട് സെയിൽ നടത്തേണ്ട സമയമാണ്, അതിൻ്റെ ഇടയ്ക്ക് തിരിമറികൾ നടത്താൻ എളുപ്പമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയുടെ അച്ഛൻ പറയും, ശരിയാ, അല്ല അവിടെ ബ്രാഞ്ചിലൊന്ന് ശ്രദ്ധിക്കണം, നിനക്ക് വിശ്വാസമുള്ളവരെ മാത്രം അവിടെ വെച്ചാൽ മതി, അല്ലാത്തവരെ പറഞ്ഞു വിട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട്, കൊച്ചുമക്കളെ ചുമതല ഏൽപ്പിച്ചു, അനീനെ പിന്നെ നിൻ്റെ മോനെ പിന്നെ 3 ബ്രാഞ്ചാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അവിടെ നല്ലൊരു മാനേജർ ഉള്ളതുകൊണ്ടും അനി പിന്നെ സത്യസന്ധനായതുകൊണ്ടും നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കേണ്ട കേട്ടോ, അനിയത്തിനും കൂടി ആക്റ്റീവായി കഴിഞ്ഞാൽ നിൻ്റെ ജോലിഭാരം കുറയില്ലേ മോനെ എന്ന് ചോദിക്കേണ്ട ആദർശനോട്. അപ്പോൾ പറയുന്നത്, ഞാൻ അവനോട് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ആദർശ്. പക്ഷേ അനാമിക വന്നതോടുകൂടി അവൻ്റെ മൈൻഡാകെ മാറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയും, അവനിപ്പോൾ പോയില്ലെങ്കിൽ ബ്രാഞ്ചിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കള്ളനായി ഒരുത്തൻ നമ്മൾ ഒരു ബ്രാഞ്ചിലും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയും, ഞാൻ പറഞ്ഞോളാം മുത്തശ്ശ, അവന് വെറും നോക്കി കൂത്തിയാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ ആദർശ്. അപ്പോൾ ആദർശ് പോയപ്പോൾ മുത്തശ്ശൻ ആദർശിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, അനിയന് വേണ്ടിയിട്ട് സ്വന്തം സൽപ്പേര് കളഞ്ഞു നിൽക്കുക നിൻ്റെ മോൻ, എന്നിട്ടും ചേട്ടനെ താത്തി കേട്ടാൽ ശ്രമിക്കുക, അഭിയെന്ന അസുരൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അച്ഛനും എങ്കിലൊന്നും മിണ്ടണില്ല. എൻ്റെ ആദർശവിനും വേർതിരിക്കുന്ന സമയത്ത് അഭിയനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് വേഗം ഇറങ്ങി പോവാണ്. അപ്പോടാ നിന്നെ ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചില്ലേ, എന്നിട്ട് ഇപ്പോൾ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ മുത്തച്ഛന് തടി കിട്ടിയില്ലെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ, അത് മുത്തച്ഛൻ്റെ വിവരക്കേട് എന്ന് പറയുന്നുണ്ട് കവിൾ ഒഴിഞ്ഞിട്ട്, മിണ്ടരുത് നീ, മുത്തച്ഛൻ്റെ വിവരക്കേടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നവ്യ എത്തിയിട്ടുണ്ട്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട് കേട്ടോ, ഇതിനു മുമ്പേ വീട്ടിൽ നടക്കാത്ത പല കാര്യങ്ങളല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് അതിലൊന്നൊരു കുഴപ്പമില്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് വന്നല്ലോ, ഭർത്താവിൻ്റെ എല്ലാ തെറ്റുകൾക്കും സപ്പോർട്ട് നിൽക്കുന്ന ഭാര്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിവിടെ ഇങ്ങനെ പറയേണ്ടത് ഞാനല്ല, ഈ അഭിയേട്ടനാണ് അത് പറയേണ്ടത്, നിനക്ക് എന്താ അഭിയാണ് പറയേണ്ടത് പറയട്ടോ, നിനക്ക് എന്താ അഭി അത് പറഞ്ഞാൽ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴേ എല്ലാ തെറ്റുകൾക്കും കൂട്ട് നിൽക്കുന്നത് നയനയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭി പറയും, ഇവിടെ ഇനി സംസാരിക്കുന്നത് ആദർശ് മറ്റേ MD അല്ലേ, മൂർത്തി ജ്വല്ലറിയുടെ MD അല്ലേ, അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം, ശിക്ഷ ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ ഇളവൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അത്ര വലിയ തെറ്റൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ നവ്യ എന്നിട്ട് പറയുന്നുണ്ട്, സ്വന്തം തെറ്റുകൾ മറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബാലിശായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കണത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദർശ് പറയും, നിനക്കിത് ബാലിശായിരിക്കും നവ്യ, പക്ഷേ മൂർത്തി ജ്വല്ലറിക്ക് ഒരു വിശ്വാസമുണ്ട്, അവിടുന്ന് കൊടുക്കുന്ന സ്വർണ്ണത്തിനും കസ്റ്റമേഴ്സിനും വിശ്വാസമുണ്ട്. അപ്പോൾ അഭി വീണ്ടും ഇതായിട്ടാണ് പറയണേ, ആദർശേട്ടാ ജ്വല്ലറിയുടെ പേര് എന്നല്ല, ഇത്രയും വലിയ സ്ഥാനത്തിരുന്നിട്ട് ഒരു ആളും ചെയ്യാത്തൊരു പൊറുക്കാത്തൊരു തെറ്റാണ് ഒരു പെൺകുട്ടിയോട് ആദർശേട്ടൻ ചെയ്തിരിക്കുന്നത്, അതൊക്കെ പുറം ലോകം അറിഞ്ഞാലേ ജ്വല്ലറിയുടെ വിശ്വാസമൊക്കെ പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നയന വരുന്നുണ്ട് അങ്ങോട്ട്. അപ്പോൾ ആദർശ് പറയുന്നത് നയൻ്റെ അടുത്ത്, ഇവൻ ചെയ്ത തെറ്റുകളൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക നിൻ്റെ ചേച്ചി, ന്യായീകരിച്ചുകൊണ്ടിരിക്കുക, നീ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നയനെ പറയുന്നുണ്ട് നവ്യയുടെ അടുത്ത്, അതേ ജ്വല്ലറിക്ക് നേരിക്കാത്തൊരു തെറ്റ് ചെയ്തു, അതിനാ മുത്തച്ഛനെ നടി കിട്ടി, ഒരു ബ്രാഞ്ച് കയ്യിൽ കൊടുത്താൽ മര്യാദയ്ക്ക് എന്താ അവനത് നോക്കിയാലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നയന. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, പിന്നെ ഇവിടെ എല്ലാവർക്കും മാന്യത വളരെ കൂടുതലാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയുന്നുണ്ട്, ആദർശ് മോനെ കമ്പനി കാര്യങ്ങളിൽ ഒരു മാന്യത കുറവും കാണിച്ചിട്ടില്ല, വളരെ മാന്യമായി തന്നെ എല്ലാം നോക്കിക്കൊണ്ട് നടക്കണേ, അതുപോലെ തന്നെ അബി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നയന ചോദിക്കുന്നുണ്ട്, നവ്യ ചോദിക്കുന്നുണ്ട്, പിന്നെ അബിക്ക് എനിക്ക് അതിലൊന്നൊരു താല്പര്യമില്ലെന്ന് ഞാൻ അറിഞ്ഞു, അവൻ ആ ബ്രാഞ്ചിലേക്ക് പോകാറും കൂടിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇവന് വലിയ താല്പര്യമാണല്ലോ എന്ന് പറയുന്നുണ്ട് ആദർശിൻ്റെ അമ്മ, വളഞ്ഞ വഴി കൂടെ കാശ് സമ്പാദിക്കാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അബി പറയുന്നുണ്ട്, അമ്മായി ഞാൻ ഈ വീട്ടിലെ മുടിയനായ പുത്രൻ തന്നെയാണ്, ഞാനത് സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ ചോദിക്കും,
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആദർശൻ്റെ സ്ഥാനത്ത് അഭിയാണ് അനഘ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ വഞ്ചിച്ചിരുന്നെങ്കിൽ അമ്മായി സഹിക്കുമായിരുന്നു, ക്ഷമിക്കുമായിരുന്നു? അതുപോലെ ഈ മുത്തച്ഛൻ ഈ വീട്ടിൽ നിർത്തുമായിരുന്നു എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും പരസ്പരം നോക്കുകയാണ്. അപ്പോൾ അമ്മായി പറയും, ഞാൻ അതിനൊന്നും ഉത്തരം പറയുന്നത് ഇപ്പം ബാധ്യസ്ഥയല്ല. ഇവനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുത്തി, ഇവൻ അതിൽ തെറ്റ് ചെയ്തു. അപ്പോൾ ആ നിലയ്ക്ക് കമ്പനിയുടെ MD എന്ന നിലയ്ക്ക് ആദർശം എടുക്കണ എന്ത് തീരുമാനവും എന്ത് സ്വീകരിക്കാൻ ഇവൻ തയ്യാറാവണം, ഇവൻ ബാധ്യസ്ഥനാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയും, ഇവനെ ഇനി വെറുതെ ഇരുത്തി ശമ്പളം കൊടുക്കാൻ തീരുമാനം എന്ന് പറയും. അപ്പോൾ അതിലും ഭേദം എന്നെ നിങ്ങൾ പിരിച്ചു വിട്ടൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, വലിയ വലിയ നല്ല കമ്പനികൾക്കൊക്കെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അവർ വിശ്വാസത്തിലെടുത്ത ആൾക്കാരെ അവർ പിരിച്ചു വിടില്ല, പക്ഷെ പിരിഞ്ഞു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ അവരെ പിന്നെ റബ്ബർ സ്റ്റാമ്പ്, മുത്തച്ഛൻ പറഞ്ഞ പോലെ റബ്ബർ സ്റ്റാമ്പാക്കി അങ്ങനെ ഇരിക്കും. എന്നിട്ട് അപ്പോൾ ശമ്പളം കൊടുക്കും. അപ്പോൾ മാന്യ മര്യാദയുള്ളവരാണെങ്കിൽ പിരിഞ്ഞു പോകും. നിനക്ക് പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ നിൻ്റെ ഭാഗത്തുനിന്നൊന്നും പ്രതീക്ഷിക്കണില്ല എന്നും പറഞ്ഞിട്ട് പുച്ഛിച്ചിട്ട് ആദർശ് അങ്ങനെ ഇറങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ നവ്യ അതിനോട് പറയുന്നത്, നിനക്ക് ഇതൊന്നും കേട്ടെന്ന് തോന്നില്ലായിരിക്കും, പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയി അമ്മായി എന്ന് പറഞ്ഞിട്ട് അമ്മായിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ കൂടിപ്പോയെങ്കിലേ ഇവൻ അതൊക്കെ ക്ഷമിക്കണം, അല്ലെങ്കിൽ പിന്നെ ആദർശ് പറഞ്ഞ പോലെ ഇവൻ പിരിഞ്ഞു പോയിക്കോട്ടെ. അതിൻ്റെ അമ്മായി പോയപ്പോൾ നവ്യ പറയേണ്ടത് എൻ്റെ അടുത്ത്, നീ കൂടി പറയണേ നിനക്ക് പറയാനുള്ളതൊക്കെ എന്ന് പറയണ്ടിട്ടാ. ഞാൻ നീ എന്തിനും പറയണം, ആദർശേട്ടനും അമ്മയും പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളത്, കമ്പനി ചീറ്റ് ചെയ്യണതൊന്നും കമ്പനിയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നയനയും പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ അനാമിക അബിനെ ഇങ്ങനെ ചൊടിപ്പിക്കുകയാണ് കേട്ടോ. അവൻ പറയണേ, അബിയായിട്ട് എന്തിനാ ഇത്രയൊക്കെ ക്ഷമിക്കണേ, ഇവിടെ ചന്തമോളിൽ നിന്നൊരു കുട്ടി ഉണ്ടെന്ന് അറിയുള്ളൂ ലോകത്തിന്, അത് വന്ന വഴി അറിയില്ല, അതങ്ങോട്ട് വിളിച്ച് പറയണം അബിയേട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിയൊന്നും വിടണില്ല. അപ്പോൾ അനാമികയുടെ അമ്മായിമ്മ പറയുന്നുണ്ട്, അതന്നെ മോനെ റബ്ബർ സ്റ്റാമ്പ് ആക്കിയ സ്ഥിതിക്ക് മോൻ പ്രതികരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിയുടെ അമ്മയെ തന്നെ പറയാം, അതെന്താ ഇതൊക്കെ ഒളിച്ചു വെച്ചിട്ട് എന്താ കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിയും പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, പക്ഷേ അത് വിവാദമാക്കിയ പ്രശ്നമാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക ചോദിക്കുന്നത്, എന്ത് പ്രശ്നം? ശരിക്കും അയാൾ നല്ല പിള്ള ചമഞ്ഞിട്ട് എല്ലാവരും വഞ്ചിക്കല്ലേ, ശരിക്കും അയാളെക്കാളും നല്ല നിലയിൽ ഇരിക്കേണ്ടത് അബിയേട്ടനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിയുടെ അമ്മ പറയുന്നത്, കണ്ടോ മോള് പോലും അങ്ങനെ ചിന്തിക്കുന്ന സ്ഥിതിക്ക് നീ അത് പറയണം അബി. എന്നിട്ട് അമ്മ ഉപദേശിച്ച് കൊടുക്കുക കേട്ടോ മോനോട് പറയുന്നത്, നിനക്ക് അറിയണ കുറേ ചാനലുകാരില്ലടാ, അവരാരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അവർ പിന്നെ പൊടിപ്പം തൊങ്ങലും വെച്ച് അതൊരു വാർത്തയാക്കിക്കോളും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അബിയേട്ടൻ പറഞ്ഞില്ലെങ്കിൽ ഞാനത് പറയും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും, അപ്പോൾ അബി പറയുന്നത്, ഞാനതൊക്കെ ആലോചിക്കാതിരുന്നില്ല, പിന്നെ വല്ല വിവാദമാകുമോ എന്നൊരു പേടി എന്ന് പറയും കേട്ടോ. നീ എന്തിനാണ് അത്ര ഭയപ്പെടുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നീ ഇതറിക്കി കഴിഞ്ഞാൽ നിന്നെ കുറുക്കാനായിട്ട് ആദർശിൻ്റെ ഇതേപോലെ വല്ലതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അബി. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, എനിക്കും ചില ചാനലുകാരൊക്കെ പരിചയമുണ്ട്, ഞാൻ അവരോട് പറഞ്ഞാലോ എന്ന് വിചാരിച്ചതാണ്, പിന്നെ അമ്മ ഓർത്തിട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയമ്മ പറയുന്നുണ്ട്, നീ എന്നെ ഒന്ന് ഓർക്കണ്ട മോളെ, അവനങ്ങനെ മാത്രം അങ്ങനെ മാന്യമായിട്ട് നടന്നാൽ പോരല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അത് ശരിയാ, മോളേനെ ഉൾപ്പെടെ ഇപ്പോൾ കുച്ചാക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, മാത്രമല്ല അവൻ്റെ അമ്മയും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എടാ അപ്പോൾ അബി പറയുന്നുണ്ട്, ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ജലജ പറയുന്നുണ്ട്, നീ ഏതെങ്കിലും ചാനലുകാരോട് രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി, നീ പറഞ്ഞെന്നുള്ളത് കാര്യം പുറലോകം അറിയാഞ്ഞാൽ പോരെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, രഹസ്യമായിട്ട് പറയാം, പിന്നെ അവളുടെ വീട്ടിൽ അനഘയുടെ വീടും പരിസരത്തും പോയിട്ട് അവർ അന്വേഷിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്യണോളൂടെ നമ്മുടെ മൂർത്തി ജ്വല്ലറിയുടെ പേരല്ലേ ഉണ്ടാവാൻ പോണേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജ്വല്ലറിയുടെ പേര് പോയി എന്താ നിനക്കെന്താ കുഴപ്പം, ഇതുണ്ടായിട്ട് പേരുണ്ടായിട്ട് നിനക്ക് വല്ല ഉപകാരമുണ്ടോ, മോൾക്ക് വല്ല ഉപകാരമുണ്ടോ ചോദിക്കുന്നുണ്ട് അനാമികയോട്. ഇതിലാകെ പാട് ഗുണമുള്ളത് ആദർശിനും അവൻ്റെ പെണ്ണിനും മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, നോക്കട്ടെ ശരി, ഞാൻ അത് വേണ്ട വിധം കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ജലജ പറയുന്നുണ്ട് അനാമികയുടെ അടുത്ത്, മോളെ അവനത് ചെയ്തില്ലെങ്കിൽ നീ ഇത് ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ജാനകി നിൻ്റെ മോന് 3 ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട്, ആ 3 ബ്രാഞ്ച് നോക്കാണ്ട് ഇതേ അവനിപ്പോൾ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുകയല്ലേ, അബിക്കൊരു ബ്രാഞ്ച് കൊടുത്തു, അതിന് മുകളിലൊരു മാനേജറിങ് കൊണ്ട് നടത്തി, അങ്ങനെ ഇവരാരും നല്ല പിള്ള ചമയണ്ട, അപ്പോൾ അവൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ. അത് കഴിഞ്ഞ് നമ്മുടെ നയന അങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൾ വരികയാണ് കേട്ടോ. ആൻമരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്ത വഴിക്ക് ചോദിക്കുന്നുണ്ട്, ആദർശന് ഒരു കുഞ്ഞുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് നയന. അപ്പോൾ പറയുന്നത്, ചാനലിൽ അങ്ങനെ ന്യൂസ് കിട്ടിയിട്ടുണ്ട്, ഒരു അനഘയെന്ന് പറയുന്ന പെൺകുട്ടീനെ വഞ്ചിച്ചെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും എന്നൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ആദർശനെ അറിയണമെന്നുകൊണ്ട് ഞാൻ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ചാനൽ വേറെ ഏതെങ്കിലും ചാനലിൽ കൂടെ ഇത് വാർത്ത പുറത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല എന്ന് പറയുന്നുണ്ട്. വരരുത്, വന്നു കഴിഞ്ഞാൽ അതിൽ ഇത് സത്യമില്ല, പക്ഷേ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മൂർത്തി സ്വരൂപിൻ്റെ MD ആയതുകൊണ്ട് വാർത്ത പെട്ടെന്ന് പരക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചാനലുകാരെ കൊണ്ട് മൂർത്തി സ്വരൂപും വീടൊക്കെ നിറയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്മാരി പറഞ്ഞു, അത് പിന്നെ ഉറപ്പല്ലേ, നല്ലൊരു രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന സ്ഥാപനമല്ലേ മൂർത്തീസ് ഗ്രൂപ്പ്, അപ്പോൾ പിന്നെ ചിന്തിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, ഓണൊക്കെ വരാൻ പോണേ, അപ്പോൾ നമ്മുടെ എതിരാളികൾ ഇതൊക്കെ മുടക്കാൻ വേണ്ടിയിട്ട് പലത് കളിയും പ്രയോഗിക്കും. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊരു ചന്തമോൾ എന്നൊരു കുട്ടി വളരുന്നുണ്ട് ഞങ്ങളുടെ മോളായിട്ട്, പക്ഷെ അത് ആരുടെ മോളാന്ന്, ആദർശേട്ടൻ്റെ മോളല്ല, ആരുടെ മോളാന്ന് പറയാനിപ്പോൾ പറ്റില്ല. അത്
അതിൻ്റെ പിന്നിലൊരു ചതി നടന്നിട്ടുണ്ട്. എനിക്ക് നീ ഒരു ഉപകാരം ചെയ്തു തരണം. ഈ വാർത്ത ഇത് എവിടുന്നാണ് വന്നതെന്ന് ഒന്ന് പറഞ്ഞു തരണം. എനിക്ക് ചിലരൊക്കെ സംശയമുണ്ട്, പക്ഷേ ഉറപ്പിക്കാതൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ ആ കുട്ടി നമ്മുടെ ആൻമരി പറയുന്നുണ്ട് ശരി ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ആദർശിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ നയന. അപ്പോൾ ആദർശ് ആദ്യം ഒന്ന് ചിരിച്ചു. പിന്നെ നോക്കിയിട്ട് പറയുന്നത് ആദർശനെ കുറിച്ചുള്ള വിവരങ്ങളും ചന്തുമോളെ കുറിച്ചുള്ള വിവരങ്ങളും അല്ലെങ്കിൽ ആദർശിൽ നിന്ന് തന്നെ എന്തൊക്കെ ചാനലിൽ ഓരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ ആദർശ് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് അത് എന്നെ പാൻവരിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. പക്ഷേ ഇതാരെ ചാനലിന് കൊടുത്തത്? ഇത്ര നാളും ചാനലിലൊക്കെ നമ്മളെക്കുറിച്ച് നല്ല വാർത്തകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എൻ്റെ ഡിസൈൻ പോലെ ആൾക്കാർ അങ്ങനെയല്ലേ ഏറ്റെടുക്കുന്നത് എന്ന് പറയേണ്ടിട്ടാണ്. പക്ഷെ അവരൊന്നും ഇന്നേ വരെ മൂർത്തി ഗ്രൂപ്പിനെ കുറിച്ചിട്ടൊരു പൊട്ട പറഞ്ഞിട്ടില്ല. അപ്പോൾ ആദർശ് പറഞ്ഞിട്ട് പണ്ടൊരിക്കൽ അബി ബാറിൽ കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് അബിയും കൂട്ടുകാരും കൂടിയിട്ട് ബാറിൽ കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് അത് വലിയ വിവാദമായതാണ്. മൂർത്തി എന്താ അനന്തമൂർത്തിയുടെ കൊച്ചുമകൻ്റെ ലീലാവിലാസങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതന്നെ തുടക്കത്തിൽ തടഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നയന പറയും ഇപ്രാവശ്യം പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത് ആദർശേട്ടനാണ്, അതുകൊണ്ട് തന്നെ വാർത്തയുടെ ശക്തിയും കൂടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഉറപ്പല്ലേ എന്ന് പറയുന്നുണ്ട്. നമുക്കിപ്പോൾ തന്നെ അല്ല ഈ വാർത്ത ലീക്ക് ഔട്ട് ആയി ചോദിക്കുന്നുണ്ട്, ഇതുവരെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പോകണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിന് പിന്നിൽ ആരാന്നുള്ളത് കണ്ടുപിടിച്ചേ പറ്റൂ. ആദർശ് പറയാൻ എനിക്ക് ചിലർക്ക് സംശയമുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ എനിക്കിപ്പോൾ ഇത്തിരി തിരക്കായി പോയില്ലോ, 2-3 ക്ലയൻസ് പോരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല ആദർശേട്ടൻ വരണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറയും. പിന്നെ ഇപ്പോൾ പോലീസിൻ്റെ സഹായം നമുക്ക് കിട്ടുമല്ലോ, നന്ദനോടൊരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബീനെയും അനാമികേനെയും സംശയിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട് അബി തെറ്റുകാരാന്ന് അബിക്ക് അറിയാം, എന്നിട്ട് അബി ഇങ്ങനെ ചെയ്യൂ, അവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ അവനെ വെറുതെ നോക്കുകൂത്തിയാണ് ജെയിംസിൻ്റെ നിയന്ത്രണത്തിലെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുഖത്ത് ഇപ്പോൾ കരിവാരി തേക്കാൻ ഒരു അവസരം കിട്ടിയാൽ അവനത് വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയും അത് മലർന്ന് കിടന്ന് തുപ്പണേന് സമയമല്ലേ തുല്യമല്ലേ ആദർശേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി അവൻ്റെ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ കുറ്റമൊക്കെ ഏറ്റെടുത്ത് നടക്കണത്. എന്നിട്ടും അവൻ തെറ്റിൻ്റെ വഴിക്ക് അവന് പോകുകയാണെങ്കിൽ അവന് വെറുതെ വിടാൻ പറ്റില്ല. ഇനി അങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും റോസ്മേരിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നയന പോയിട്ടുണ്ട്. അപ്പോൾ റോസ്മേരിൻ്റെ അടുത്ത് എത്തും ആ ചേച്ചി എത്തിയിരിക്കുകയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായി കാര്യങ്ങളും ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് MD പറഞ്ഞിട്ട് ന്യൂസ് കൊടുക്കാൻ പറഞ്ഞു, പിന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ MD വേണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. മറ്റേതെങ്കിലും ചാനൽ ഇത് കൊടുത്തോ ചോദിച്ചു. അപ്പം ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഞങ്ങളും പറഞ്ഞു മുടക്കിയിട്ടുണ്ട്. പക്ഷേ ചില മഞ്ഞ വാർത്തകൾ മാത്രം കൊടുക്കണ ചില ന്യൂസ് ചാനലുണ്ട്, അവരുടെ അടുത്ത് എത്തിയാലാണ് പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അപ്പം നയന പറഞ്ഞ ആദർശേട്ട ഇതിൽ നിരപരാധിയാണ്, കുഞ്ഞ് ശരിക്കും മറ്റൊരാളുടേതാണ്, ആ തെറ്റ് ആദർശേട്ട ഏറ്റെടുത്തതാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ റോസ്മേരി പറയുന്നുണ്ട് അത് പിന്നെ ചേച്ചി പറയാതെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ റോസ്മേരി പറയുന്നുണ്ട് കേട്ടോ ആദർശേട്ടനെ പ്രതിയെങ്കിൽ എന്തായാലും ചേച്ചി കൂടെ നിൽക്കില്ലല്ലോ, ചേച്ചി കൂടെ നിൽക്കുന്നിടത്തോളം കാലം ആർക്കും ആദർശേട്ടനെ പ്രതിയാക്കാൻ പറ്റില്ല. അല്ല ഈ ചന്തുമോളുടെ അമ്മാര എവിടെയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും ആ കുട്ടി ആ കുട്ടിയുടെ വീട്ടിലാണ്, അതൊരു കോമ സ്റ്റേജിൽ കിടക്കുക എന്ന് പറയും. അവിടെയാണ് കുഴപ്പം പറ്റിയത്. അത് വിളിച്ച ആൾ പറഞ്ഞിരുന്നു, പക്ഷേ ഈ കുട്ടി ആരുടെയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുട്ടി അനഘടെയെന്ന് തെളിയിക്കാൻ നമുക്ക് പെട്ടെന്ന് സാധിക്കും. പക്ഷേ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കാര്യം അത് ജനിക്കാനുണ്ടായ സാഹചര്യം അത് പെട്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊരു വാർത്തയായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടെ തന്നെ കുഴപ്പം എന്ന് പറയുന്നുണ്ട് നയന. അങ്ങനെ അതവിടെ ഞങ്ങളും പെട്ടുപോയത്. അങ്ങനെ എങ്ങാനും കുഴപ്പം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അനന്തപുരി തറവാടിൻ്റെ മാനം പോവും, ചില സത്യങ്ങൾ ഞങ്ങൾക്കും പറയേണ്ടി വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അപ്പോഴും പ്രതി തറവാട്ടിലെ ആൾ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനൊന്നും മിണ്ടണില്ലേ. അപ്പോൾ റോസ്മേരി പറയുന്നുണ്ട് അതെ റോസ്മേരിക്ക് മനസ്സിലായി കേട്ടോ തറവാട്ടിൽ ആരോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നയന തലയും കുനിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആണ് നമ്മുടെ എപ്പിസോഡ് ഇന്ന് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ ബൈ.